സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയ നോട്ടീസായാകും വിഷയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക. റോജി എം ജോൺ നോട്ടീസ് നൽകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും സഭയിൽ തുടരും. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സഭയിലെ വലിയ വാക്പോരുകൾ കണ്ടതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേരിട്ടുള്ള ഒരു വാക്പോര് നമ്മൾ കണ്ടതാണ്. ഇന്ന് പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധി, സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാന പ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവുക? ഭവ്യ, ഇന്നലെയും സമാനമായ തരത്തിൽ തന്നെയായിരുന്നു ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കണമെന്ന് നോട്ടീസ് നൽകി. പക്ഷേ ആ നോട്ടീസ് നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഭരണ പ്രതിപക്ഷ വാക്പോര് രൂക്ഷമാകുകയും പ്രതിപക്ഷം സഭ വിട്ട് പുറത്തിറങ്ങുകയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. സമാനമായ തരത്തിൽ സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് റോജി എം ജോൺ നോട്ടീസ് നൽകുക. എന്തായാലും ബജറ്റിന്റെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സംസ്ഥാന ബജറ്റ് വരുന്ന തിങ്കളാഴ്ച സഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. അതിനു മുമ്പാണ് UDF ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഈ ധനപ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ ദൂർത്താണ് എന്ന ഒരു വിമർശനമാണ് ഇന്നലെ മുതൽ തന്നെ അവർ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങിക്കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ ദൂർത്ത് കുറയ്ക്കുന്നില്ല എന്ന ആക്ഷേപമാണ് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. സമാനമായ തരത്തിൽ ധനപ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഉന്നയിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള പണം കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് ധനപ്രതിസന്ധി രൂക്ഷമാകുന്നത് എന്നാണ്. പക്ഷേ അത് മാത്രമല്ല, സർക്കാരിന്റെ പിടിപ്പുകേടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസിന്മേൽ ചർച്ച നടത്തുക. പക്ഷേ അത് സ്വാഭാവികമായി വലിയ ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. അല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നും ഭരണ പ്രതിപക്ഷ വാക്പോരിന് തന്നെയായിരിക്കും സഭാവേദി സാക്ഷ്യം വഹിക്കുക. ഭവ്യ, ഡാൻ, കഴിഞ്ഞ വർഷം നടന്ന കേരളീയവും അതോടൊപ്പം തന്നെ സർക്കാർ അഭിമാനമായി കൊണ്ട് നടന്ന നവകേരള സദസ്സൊക്കെ വലിയ ധൂർത്തായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. അതൊക്കെ ഇന്നത്തെ ഒരു വിഷയമായി സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? സ്വാഭാവികമായി ഇന്നലെ മുതൽ തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിലൊക്കെ പ്രതിപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷ MLA-മാരും ഒരേപോലെ എടുത്തു പറഞ്ഞ കാര്യമായിരുന്നു കേരളീയവുമായും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ. വലിയ തരത്തിലുള്ള പണം ഈ രണ്ട് പരിപാടികൾക്ക് വേണ്ടി ചെലവാക്കുന്ന സമയത്താണ് സാധാരണക്കാരായ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പോകുന്നത്. അവർക്ക് ജീവിതം വഴിമുട്ടിയ സാഹചര്യമാണ് എന്നൊക്കെ രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സ്വാഭാവികമായി അതേ വിമർശനങ്ങൾ തന്നെ ഇന്ന് വീണ്ടും സഭയിൽ ഉന്നയിക്കും. സംസ്ഥാനം ധനപ്രതിസന്ധിയിലാണ് എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിക്കുമ്പോൾ അതിന്റെ കാരണക്കാർ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. ശരി, നന്ദി ഡാൻ കുര്യൻ വിവരങ്ങൾക്ക്.